പോകുന്നത്. വനിതാ ലോകകപ്പിൽ ഇന്ത്യക്ക് മൂന്നാം ഫൈനൽ. അതിശക്തരായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ മുന്നേറ്റം. 127 റൺസുമായി അപരാജിതയായി നിന്ന ജെമിമ റോഡ്രിഗസ് ആണ് വിജയശില്പി. 265 റൺസിന് മുകളിൽ ഇതുവരെ മറികടന്നിട്ടില്ലാത്ത ഇന്ത്യൻ വനിതാ ടീമിന്റെ അവിശ്വസനീയ പ്രകടനമായിരുന്നു ഇന്നലെ. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. എൽദോ, അത് തന്നെയാണ് 338 പോലൊരു ടോട്ടൽ ഓസ്ട്രേലിയ ആദ്യത്തെ അവരുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ നേടിയെടുക്കുമ്പോഴേക്കും അപ്പം തന്നെ മത്സരം കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അത്രയും വലിയൊരു ടാർഗറ്റൊക്കെ ചേസ് ചെയ്തെടുക്കാൻ ഇന്ത്യൻ പെൺപുലികൾക്ക് കഴിയുമോ എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ ഒരു ചിന്തകളെല്ലാം മാറ്റി 140 കോടി ജനങ്ങളുടെയും ചിന്തകൾ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു. കാരണം ഈ വനിതകളുടെ പ്രകടനം പ്രത്യേകിച്ച് 16 ഏകദിന മത്സരങ്ങളായിട്ട് ഒരൊറ്റ പരാജയം പോലും നേരിടാത്ത ഓസ്ട്രേലിയ ഇത്തവണത്തെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന ടീമും കൂടിയാണ് ഓസ്ട്രേലിയ. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ നേട്ടം. എങ്ങനെ വിലയിരുത്തണം? ഹരി, ജെമിമ റോഡ്രിഗസ് കൃത്യമായി പറഞ്ഞാൽ കളിയിലെ താരമായിരുന്നു, രത്നമായിരുന്നു ഇന്നലെ ജെമീമയുടെ അതിവൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ, അതായത് മത്സരശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അവരുടെ വികാര പ്രകടനത്തിന് അത് വ്യക്തമായിരുന്നു. അത്രമാത്രം ഈ ഇന്നിങ്സ് ശ്രദ്ധേയമാണ് എന്നുള്ളത്. സെഞ്ചുറി നേടിയിട്ട് പോലും അമിത ആഹ്ലാദ പ്രകടനത്തിന് പോകാതെ തന്റെ ദൗത്യം അത് ഇന്ത്യയെ ജയിപ്പിക്കുക എന്നതാണ് എന്ന കൃത്യമായുള്ള ബോധ്യത്തോടു കൂടിയാണ് ജെമീമ ഇന്നലെ കളത്തിൽ നിന്നത്. അത് അവസാന വിജയ റൺ കുറിക്കുന്നത് വരെ. ഓസ്ട്രേലിയയുടെ 339 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. വൺ ഡൗൺ ആയി ഇറങ്ങിയ ജെമിമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ക്രീസിൽ ഒന്നിക്കുന്നത് വരെ 167 റൺസിന്റെ 3ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് നേടിയത്. അതാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. നമുക്കറിയാം, മലീസ ഹീലിയും ബെത്ത് മൂണിയും എലീസ പെറിയും ഒക്കെ ഉൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ നിര അത് എക്കാലത്തെയും വനിതാ ലോകകപ്പുകളിലെ ഏറ്റവും മികച്ച സംഘം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ 15 മത്സരങ്ങളുടെ ഒരു വിന്നിംഗ് സ്ട്രീക്കാണ് ഇന്ത്യ ഇന്നലെ മറികടന്നത് നവി മുംബൈയിൽ. അതിൽ ജെമിമ റോഡ്രിഗസിന് ഇരട്ടി മധുരമുണ്ട്. തൻ്റെ നാട്ടുകാരുടെ മുന്നിൽ, തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവിശ്വസനീയമായിട്ടുള്ള പ്രകടനം. കഴിഞ്ഞ ലോകകപ്പിൽ അവസരം ലഭിക്കാതിരുന്ന ജെമിമ റോഡ്രിഗസിന് ഇതൊരു കഠിനാധ്വാനത്തിൻ്റെയും മധുരമായിട്ടുള്ള ഒരു പ്രതികാരത്തിൻ്റെയും കഥ കൂടിയാണ്. അത്രമാത്രം ഗംഭീരമായി തന്നെ ജെമിമ റോഡ്രിഗസ് ആ കളിയിൽ ഇന്ത്യയുടെ താരമായി മാറി. ഏറെക്കുറെ 48ാമത്തെ ഓവറിൽ പോലും ഇന്ത്യക്ക് അവിശ്വസനീയമായിരുന്നു ഈ കളി ജയത്തിലേക്ക് എത്തുമെന്നുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, 265 റൺസ് എന്ന സ്കോറിന് അപ്പുറത്തേക്ക് ഇന്ത്യ ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല. ആ ഒരു മത്സരത്തിന്റെ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ത്യ ഇത്രമാത്രം വലിയൊരു ടോട്ടൽ 339 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യ മറികടക്കുന്നത്. ഏകദിന ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ്, ഇന്ത്യയുടെ ഏറ്റവും മികച്ച റൺ ചേസ്. അങ്ങനെ ഇന്ത്യൻ വനിതകൾ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഈ കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 337 റൺസിന് ഓൾ ഔട്ടായി. അത് ഒരു പന്ത് മാത്രം അവശേഷിക്കുകയാണ് ഓസ്ട്രേലിയയെ ഇന്ത്യ പുറത്താക്കിയത്. അതിൽ ലിഷ്ഫീൽഡിന്റെ 119 റൺസ് ഓസ്ട്രേലിയക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചപ്പോൾ അതിൽ ഇന്ത്യയുടെ ബോളിംഗ്, ഫീൽഡിംഗ് മോശം പ്രകടനം കൂടി എടുത്തു പറയണം. അല്ലെങ്കിൽ ഇത്രമാത്രം വലിയ സ്കോറിലേക്ക് ഓസ്ട്രേലിയ പോകില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എക്സ്ട്രാസ് ആയിട്ട് ഇന്ത്യ 13 റൺസ് വിട്ടു നൽകുകയും ചെയ്തു. എന്താണെങ്കിലും ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ വനിതകൾ മറ്റൊരു മുഖം കാണിക്കുകയായിരുന്നു നവി മുംബൈ സ്റ്റേഡിയത്തിൽ. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നേരത്തെ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരകൾ തുടർച്ചയായി നടക്കാറുള്ളതാണ്. അപ്പോഴൊക്കെ ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യൻ മണ്ണിൽ വെച്ച് പരമ്പരകൾ തൂത്തുവാരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഇന്ത്യ അതിനുള്ള മറുപടി, അതിനുള്ള കണക്കുകളെല്ലാം പരിഹാരമാക്കി. മാത്രമല്ല, അഹമ്മദാബാദിൽ ഓസ്ട്രേലിയൻ പുരുഷ ടീം ഇന്ത്യൻ സംഘത്തെ തോൽപ്പിച്ചതിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യൻ ആരാധകർക്ക്. അവിടെയാണ് ഇന്ത്യൻ വനിതകൾ ഇന്ത്യക്ക് വേണ്ടി അത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കിയത്. ജെമിമ റോഡ്രിഗസ് തന്നെയാണ് കളിയിലെ താരം. നിസ്സംശയം വൺ ഡൗൺ ആയി ഇറങ്ങി, പതിവായിട്ടുള്ള പൊസിഷൻ അല്ല ജെമിമയ്ക്ക് വൺ ഡൗൺ എന്നുള്ളത്. വൺ ഡൗൺ ആയി ഇറങ്ങി 134 പന്തിൽ 127 റൺസ് എടുത്താണ് ജെമിമ റോഡ്രിഗസ് പുറത്താകാതെ നിന്നത്. അത് തന്നെയാണ് എൽദോ, ജെമിമയുടെ ഒരു പൊസിഷൻ പോലും അല്ല. ഒരു 4 വിക്കറ്റ് പോകുന്നതിന് ശേഷമാണ് ജെമിമ ഇറങ്ങുന്നത്. അതും ജെമിമ പോസ്റ്റ് മാച്ചിൽ പറയുന്നുണ്ട്. അതായത് ബാറ്റ് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് താൻ അറിയുന്നത് ഇന്ന 3 പൊസിഷനിൽ വേണം താൻ ഇറങ്ങാനെന്നുള്ളത്. എന്നാലും ആ ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷനെ പറ്റി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം വികാര പ്രകടനമായിരുന്നു ജെമിമയുടെ ഭാഗത്തു നിന്നും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നു, ആ ഒരു സാഹചര്യം.
പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ജമീമയുടെ ഒരു ഫോം തിരിച്ചു കിട്ടുന്നതായിട്ടൊരു ആത്മവിശ്വാസം ജമീമയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ടീമിന് ഒരു സ്ഥിരതയില്ലായ്മ, പ്രത്യേകിച്ച് ടീമിൽ ഡ്രോപ്പ് ആവുന്നു, ഇടം പിടിക്കുന്നു, ഡ്രോപ്പ് ആവുന്നു, ഇടം പിടിക്കുന്നു, അങ്ങനെയൊക്കെ ഇടത് നിന്നുകൊണ്ടാണ് തൻ്റെ മൂന്നാമത്തെ സെഞ്ചുറി നേടുന്നതിനേക്കാൾ ഉപരി ഇത്രമാത്രം നിർണായകമായ ഒരു മത്സരം. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ വിജയിച്ചു എന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഇത്രയും ഒരു ടോട്ടൽ നേടിയെടുക്കുക, വൺസ് ഇൻ എ ലൈഫ് ടൈം ഇന്നിങ്സ് ജമീമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, ഹർമൻപ്രീത് കൗറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു കരിയർ ഷിഫ്റ്റിനേക്കാൾ ഉപരി ഈ ജമീമയുടെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ മാത്രം നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ജമീമയുടെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സമയത്തുള്ള പ്രകടനം അത് അതിവൈകാരികമായിരുന്നു. അതിന് അവർ അർഹിക്കുന്നുമുണ്ട്. കാരണം അത്രമാത്രം മികച്ച ഒരു ഇന്നിങ്സ് ആണ്, ഒരു ലൈഫ് ടൈം ഇന്നിങ്സ് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാം ജമീമ റോഡ്രിഗസിന്റെ ഇന്നലത്തെ ബാറ്റിംഗ് പ്രകടനത്തെ. കാരണം അവരുടെ കരിയറിലെ മൂന്നാമത്തെ സെഞ്ചുറി, അതും ലോകകപ്പിൽ ആദ്യ സെഞ്ചുറി. അത് ആർക്കെതിരെയാണ്? ഓസ്ട്രേലിയക്കെതിരെ. ഈ ഓസ്ട്രേലിയൻ ടീം കപ്പുമായി തന്നെ മടങ്ങൂ എന്ന് എഴുതിയവരാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് പണ്ഡിതരും. കാരണം അത്രമാത്രം മികച്ച പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം അവർ കാഴ്ചവെച്ചത്. തോൽവി അറിയാതെ, അതും ഇന്ത്യക്ക് ഇത് ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു. ജയിച്ചാൽ ലോട്ടറി എന്ന് മാത്രമേ ഇന്ത്യൻ ആരാധകർ കരുതിയിരുന്നുള്ളൂ. ആ ലോട്ടറി ഇന്നൊരു ബമ്പർ എന്ന കണക്കെ അടിക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിന് അവിടെ നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ. ജമീമ റോഡ്രിഗസ് മത്സരശേഷം പറഞ്ഞതും അത് തന്നെയാണ്. ഇത്രമാത്രം കരുത്തുറ്റ ഒരു സംഘത്തിന് മുന്നിൽ ഇങ്ങനെയൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ ഈശ്വരന് നന്ദി പറയുന്നു. എപ്പോഴും പലപ്പോഴും ടീമിൽ നിന്ന് പുറത്തായപ്പോഴും എന്നെ വീണ്ടും ഒപ്പം നിർത്തിയ വീട്ടുകാർക്ക്, കോച്ചിന്, ഒപ്പം നാട്ടുകാർക്ക്, സ്വന്തം മണ്ണിലാണ് ജമീമ റോഡ്രിഗസിന്റെ ഈ അവിശ്വസനീയ പ്രകടനം എന്നുള്ളതാണ് അതിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ലോകകപ്പിൽ ജമീമ റോഡ്രിഗസിന് സ്ഥാനമുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഈ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ ജയം ഉറപ്പാക്കിയ ഇന്നിംഗ്സുമായി ജമീമ ഒരു ഹീറോയിന്റെ വേഷത്തിലേക്ക്, വെറും ഹീറോയിൻ അല്ല, സൂപ്പർ ഹീറോയിൻ എന്ന മട്ടിലേക്ക് മാറിയത്. ജമീമ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്രഞ്ച് സിറ്റുവേഷൻസിൽ എപ്പോഴും തകരുന്ന ഒരു സ്വഭാവം ഇന്ത്യൻ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെഞ്ചുറി നേടിയ ശേഷവും അമിത ആഹ്ലാദ പ്രകടനം നടത്താതെ ബാറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന്. അതുതന്നെയായിരുന്നു ജമീമയുടെ ലക്ഷ്യവും, ഇന്ത്യയെ ജയത്തിലെത്തിക്കുക എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമൻജോത് കൗറിനെ കൂട്ടുപിടിച്ചാണ് ഏറ്റവും ഒടുവിൽ ജമീമ വിജയത്തിലേക്ക് ഇന്ത്യ എത്തിക്കുന്നത്. പിന്നീട് നടന്നത് ഒരു വൈകാരിക വിസ്ഫോടനമായിരുന്നു. ആ കളിക്കളത്തിൽ പൊട്ടിക്കരയുന്ന ജമീമ, ഹർമൻപ്രീത് ഏങ്ങലടിക്കുന്നു, കെട്ടിപ്പുണരുന്ന ഇന്ത്യൻ ടീം അംഗങ്ങൾ, അങ്ങനെ ഗാലറിയെയും ഒപ്പം കണ്ടുനിന്ന മുഴുവൻ ക്രിക്കറ്റ് ആരാധകരെയും ത്രസിപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് പോകുന്നത്. ഞായറാഴ്ചയാണ് ഫൈനൽ. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. അവിടെ നിലവിലെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥിരതയില്ലായ്മ, നേരത്തെ ഹരി സൂചിപ്പിച്ച അത് തന്നെയാണ് പ്രശ്നം. ഇന്ത്യയുടെ സ്ഥിരതയില്ലായ്മ, പ്രത്യേകിച്ചും ബോളിംഗിൽ, അതായിരിക്കും ഇന്ത്യ പരിഹരിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. എന്നാലും ദക്ഷിണാഫ്രിക്ക കരുത്തരാണ്. അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് എത്തിയത്. ഇനി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ ഉറപ്പായും ഈ ബാറ്റിംഗ് ലൈനപ്പാണോ തുടരുക എന്നുള്ളതായിരിക്കും ആകാംക്ഷ ഉറ്റുനോക്കേണ്ടത്. കാരണം ജമീമയുടെ ഈ മികച്ച ഫോമിനെ ഇന്ത്യ വീണ്ടും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ സ്മൃതി മന്ദാന എന്നുള്ള ഇന്ത്യൻ ബാറ്ററുടെ ഈ ടൂർണമെന്റിൽ ഉടനീളമുള്ള പെർഫോമൻസ് ആയിരിക്കും മത്സരത്തിൽ ഇന്ത്യ കൂടുതൽ ഊർജ്ജത്തോടെ കൊണ്ടുപോവുക. ഇന്നലെ അത്ര ഫോമിലേക്ക് എത്തിയില്ല, 24 റൺസിന് മന്ദാന പുറത്തായെങ്കിൽ പോലും ഫൈനലിൽ മന്ദാന മറ്റൊരു ക്ലാസ് പ്രകടമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ നവി മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഫൈനൽ. അതായത് ഇതേ വേദിയിലാണ് ഓസ്ട്രേലിയ എന്ന കരുത്തുറ്റ സംഘത്തെ തോൽപ്പിച്ചെത്തിയ ഇന്ത്യക്ക് അതേ മണ്ണിൽ ലോക കിരീടം ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷ, ആകാംക്ഷയാണ് ഉള്ളത്. നേരത്തെ 2005-ലും 2017-ലും ഇന്ത്യ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ഫൈനലാണ്. ഇതുവരെ പക്ഷേ ഇന്ത്യൻ ടീമിന് ഒരു ലോക കിരീടം എന്നുള്ള നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് ഈ സംഘം, ഹർമൻപ്രീത് കൗറും സംഘവും എത്തുമോ എന്നുള്ള ആകാംക്ഷ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞായറാഴ്ചത്തെ ഫൈനലിലേക്ക് കാത്തിരിക്കാം. ഒരൊറ്റ ചോദ്യം കൂടെ ഫൈനലുമായി ബന്ധപ്പെട്ട് മാത്രമായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക വനിതാ ടീം 125 റൺസിന് ഇംഗ്ലണ്ട് ടീമിനെ പരാജയപ്പെട്ടുകൊണ്ട് വരുന്നു. പ്രത്യേകിച്ച് 3 പേര്, വോൾഡാട്ട് എന്നവരുടെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, മാരിസൺ ക്യാപ്പ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഏറ്റവും കൂടുതൽ നിർണായകമായി മാറിയ സൗത്ത് ആഫ്രിക്കയ്ക്ക്. അപ്പോൾ ഞായറാഴ്ചയിലേക്ക് വരുമ്പോഴേക്കും ഓസ്ട്രേലിയയോടൊത്തുള്ള എതിരാളികളല്ല ദക്ഷിണാഫ്രിക്ക എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയെ പോലൊരു ടീമിനെ പരാജയപ്പെടുത്തുമെങ്കിൽ അത്രമാത്രം കോൺഫിഡൻസിൽ തന്നെയായിരിക്കും വനിതകൾ ഞായറാഴ്ചയും ഇറങ്ങാനൊരു സാധ്യത. ആ ഒരു മത്സരത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കണം നമുക്കൊരു വിലയിരുത്തൽ? ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിന്റെ ഈ തവണത്തെ ലോക പ്രകടനത്തെ താരതമ്യം ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഒരു പടി മുന്നിലാണ്. പക്ഷേ അപ്പോഴും ഓസ്ട്രേലിയ അത്രയും കരുത്തരല്ല എന്നുള്ളതാണ്. പക്ഷേ ക്രിക്കറ്റാണ്, ഏകദിന ക്രിക്കറ്റാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒരു ദിവസത്തെ മത്സരത്തെ അത് പ്രവചിക്കുക അസാധ്യമാണ്. പ്രത്യേകിച്ചും 2020-യുടെ കാലഘട്ടം ആയതിനു ശേഷം ഏകദിന ക്രിക്കറ്റും അതേ ചൂട് പിടിച്ച് മുന്നേറുന്നു. ഒരുപക്ഷെ ഹൈ സ്കോറിംഗ് ഗെയിം ആവാം, അടുത്ത ദിവസം ലോ സ്കോറിംഗ് ഗെയിം ആവാം. ആ ഒരു സാഹചര്യത്തിൽ ആ ദിവസത്തെ മാത്രം കേന്ദ്രീകരിച്ച് മുന്നേറുന്നതാവും ഇന്ത്യൻ
ടീമിന്റെ പ്രധാന തന്ത്രം. ദക്ഷിണാഫ്രിക്ക കരുത്തരാണ് എങ്കിൽ പോലും ഇന്ത്യക്ക് മേധാവിത്വം നൽകുന്നത് സ്വന്തം മണ്ണിൽ നടക്കുന്ന ഫൈനൽ എന്നുള്ളത് തന്നെയാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച അതേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ബാറ്റർമാരാണ് കരുത്ത്. പ്രത്യേകിച്ച് സ്മൃതി മന്ദാന, ഹർമൻപ്രീത് കൗറും ഇന്നലെ ഫോമിലേക്ക് എത്തി. ജമീമ റോഡ്രിഗസ്, അങ്ങനെ ഇന്ത്യയുടെ നിര ബാറ്റിംഗിൽ മികവ് കാണിക്കുമ്പോൾ, ഇന്ത്യൻ ബാറ്റർമാർ കരുത്തായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് നിരയാണ് ഇനി ഫൈനലിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള മികവിലേക്ക് എത്തേണ്ടത്. ആ ഫോമിലേക്ക് ഇന്ത്യൻ ബോളർമാർക്ക് എത്താൻ കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയും പിടിച്ചു കെട്ടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ഫൈനൽ കളിക്കുമ്പോൾ ആ സ്റ്റേഡിയം നിറയും. കാരണം ലോകകപ്പിന്റെ ഫൈനലാണ്. തൊട്ടുമുമ്പ് ഒരു ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ അഹമ്മദാബാദിൽ ഓസ്ട്രേലിയ നേരിട്ടപ്പോൾ ആ സ്റ്റേഡിയം നിറഞ്ഞ് തുളുമ്പിയത് എങ്ങനെയാണ് നമുക്കറിയാം. അതേ ആവേശം തന്നെ ഈ വനിതാ ലോകകപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആരാധകരുടെ ഊർജ്ജം, ആ ആവേശം, ആ ആർപ്പുവിളികൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാന കരുത്ത്. ഒപ്പം ബാറ്റർമാർ മാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിലെ ഫീൽഡിംഗ് പിഴവുകൾ അത് ആവർത്തിക്കരുത്. ബോളർമാർ കണിശതയോടുകൂടി പന്തെറിഞ്ഞാൽ ഉറപ്പായും ഒരു ലോക കിരീടത്തിന്റെ മധുരം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സ്വന്തമാക്കാൻ കഴിയും. യെസ്, അത് തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ടീമിലെ ഫീൽഡിംഗ് അതൊരു വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. വിജയത്തിൻ്റെ മറവിൽ നമ്മളത് വിട്ടുപോകാതിരിക്കരുത്. കഴിഞ്ഞ മത്സരത്തിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഫീൽഡിംഗ് പിഴവുകൾ ഒരുപാടുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തേണ്ടതുണ്ട് ഫൈനലിൽ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം വിശകലനം ചെയ്യുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല 338 റൺസൊക്കെ ചേസ് ഡൗൺ ചെയ്തു എന്നുള്ളത്. അതൊരു പുതിയ സത്യം ഒരു വല്ലാത്ത ഒരു മത്സരം തന്നെയായിരുന്നു. മത്സരം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഹൈലൈറ്റ്സ് എങ്കിലും കണ്ടു നോക്ക്. നിങ്ങൾക്ക് രോമാഞ്ചം അടിക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഹൈലൈറ്റ്സിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ എങ്ങനെയായിരിക്കും വനിതകൾ ഇറങ്ങുക എന്നുള്ളത്.